ഓക്കെ, പലരും പറയുന്നുണ്ട് എംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ എംഗ്ലീഷ് എങ്ങനെയാണ് വളരെ വേഗത്തിൽ പഠിക്കുന്നത് എന്ന് പലരും ചോദിക്കാറുണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറയുന്ന ആൻസർ ഞാൻ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതലായിട്ട് ഡൊമൈൻ ബേസിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ഡൊമൈൻ ബേസിന് പ്രാധാന്യം കൊടുക്കും എന്ന് പറയും. എല്ലാവരും സിസ്റ്റം വൈസ് ഒക്കെ പഠിക്കാൻ വേണ്ടി കുറേയധികം കാര്യങ്ങൾ, കുറേയധികം ടൈം വേസ്റ്റ് ആക്കുന്നുണ്ട്. ഒരു വർഷം 1.5 വർഷം ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്ന് തന്നെ പറയത്തുള്ളൂ. നിങ്ങൾ ഈ പറയുന്ന ഡൊമൈൻ ബേസ് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. പലരും പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, തിയറി അറിയണ്ടേ, തിയറി നല്ലതുപോലെ പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പലരും പറയുന്നതായിട്ട് കേൾക്കാം. പക്ഷേ ഇംഗ്ലീഷ് എഴുതിയ ഒരാൾക്ക് അറിയാൻ പറ്റും, നമ്മൾ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പഠിച്ചത് അതിനകത്ത് ഉണ്ടാകാം, പക്ഷെ അതിലുപരി പഠിക്കാത്ത കുറേയധികം കാര്യങ്ങളാണ്. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നത്. അതുമല്ല, അതെങ്ങനെയാണ് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. സാറ്റ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മാക്സിമം നമുക്ക് എത്ര ദിവസം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ചെയ്തുകൊണ്ട് പോവുക. ഞാൻ പറഞ്ഞ 100 ടോപ്പിക്ക് കൊണ്ട് ആ ടോപ്പിക്ക് കൃത്യമായിട്ട് 100 ടോപ്പിക്ക് സാറ്റ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 100 ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ MCQ അത് നിങ്ങൾക്ക് കിട്ടിക്കോളും. അല്ലാതെ ഈ പറയുന്ന ഒരു സിസ്റ്റം ബേസ് മൊത്തം ഇരുന്ന് പഠിച്ച് ഒരു വർഷം ഇരുന്ന് പഠിച്ച് എക്സാം എഴുതേണ്ട ഒരു കാര്യം ഇതിനകത്തില്ല. അപ്പം ചെയ്യേണ്ട കാര്യം കേസ് സ്റ്റഡീസ് കൃത്യമായിട്ട് പഠിക്കുക. കുറേ കോളുകൾ വരുന്നുണ്ട്. അതായത് കുറേയധികം ആൾക്കാരെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് ഈ പറയുന്ന ഞാൻ ഒരു വർഷം പഠിക്കേണ്ടേ, എനിക്ക് തിയറി ഒന്നും അറിയില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഡൊമൈൻസ് പഠിക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാം കിട്ടിയിരിക്കും. കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ പറഞ്ഞു തരാം. ഒരിക്കലും നിങ്ങൾ പറയുന്ന ഒരു വർഷം നിങ്ങൾ കൊണ്ട് വേസ്റ്റ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു മാസം നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം, കൂടിപ്പോയി 2 മാസം, ഇതിൽ കൂടുതലൊന്നും നമുക്കൊരു എക്സാമിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പലരും കുറെ ആൾക്കാർ വിളിക്കുന്ന ആൾക്കാരൊക്കെ 1 വർഷം 2.5 വർഷമൊക്കെ പഠിച്ച് ഫെയിലായി അവർ വീണ്ടും എക്സാം എഴുതുന്നില്ല എന്ന് പറയുന്ന സ്റ്റേജിലേക്കാണ് വരുന്നത്. ഇത് വളരെ സിമ്പിൾ എക്സാം ആണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യാസമായതുകൊണ്ട് തന്നെ അതനുസരിച്ച് പഠിക്കുക. ഒരിക്കലും നമ്മൾ PSC എക്സാം എഴുതുന്നത് പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള എക്സാം എഴുതുന്നത് പോലെ തിയറി ഒരിക്കലും ബേസ് ചെയ്ത് പഠിക്കരുത്. തിയറി നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഒരിക്കലും 4 വർഷം പഠിച്ച തിയറി നമുക്ക് ഒരിക്കലും ഈ പറയുന്ന ഇംഗ്ലീഷ് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഇതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഉണ്ട്. അതുപോലെ തന്നെ സാറ്റ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ കേസ് സ്റ്റഡീസ് 100% നല്ലതുപോലെ ചെയ്യാൻ പഠിച്ചിരിക്കണം. അത് അത് ഓട്ടോമാറ്റിക്കലി ഒരു 30 എണ്ണമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചിരിക്കും. എല്ലാത്തിനകത്ത് ഒരേ മെത്തേഡ് തന്നെയാണ്, ഡീറ്റെയിലിംഗ് എല്ലാം ഒരേ മെത്തേഡ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് എന്റെ വീഡിയോയിൽ എല്ലാത്തിനകത്ത് ഞാൻ പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങൾ സിസ്റ്റം ബേസ് പഠിക്കരുത്, സമയം കളയരുത്. നിങ്ങൾ ഡൊമൈൻ ബേസ് പഠിക്കൂ. ഡൊമൈൻ ബേസിലുള്ള ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, അത് പഠിക്കൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, ഡൊമൈൻ ബേസ് പഠിക്കുക, സാറ്റ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന കേസ് സ്റ്റഡീസ് നല്ലതുപോലെ ചെയ്തു വെക്കുക. ഒരു 20-30 കേസ് സ്റ്റഡീസ് ചെയ്യുക. സാറ്റ ക്വസ്റ്റ്യൻസ് മാക്സിമം സാറ്റ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പോയി എക്സാം എഴുതുക. അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഒരിക്കലും തിയറി മൊത്തം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ആരെങ്കിലും 1 വർഷം പഠിച്ചിട്ട് എത്രമാത്രം തിയറി പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ സമയത്ത് അത് പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എന്തൊക്കെയോ പഠിച്ചു എന്നേ പറയത്തുള്ളൂ. നമുക്ക് ആ സമയത്ത് ഇംഗ്ലീഷ് ആ സമയത്ത് എങ്ങനെയാണോ നമുക്ക് ആ സമയത്ത് എങ്ങനെയാണോ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴത്തേക്ക് സോൾവ് ചെയ്യുന്നത്, അങ്ങനെ ഇരിക്കും. പലരും പറയുന്നേക്കാം, എന്റെ ഇംഗ്ലീഷ് ഭയങ്കര പാടായിരുന്നു, പക്ഷെ ഞാൻ ജയിച്ചു അല്ലെ. കുറെ ആൾക്കാരെ പറയുന്നേക്കാം, ഞാൻ പഠിച്ചൊന്നും വന്നില്ല, ഞാൻ 1 വർഷം ഇത് പഠിച്ചാണ്, പക്ഷെ പഠിച്ചൊന്നും വന്നില്ല. ഞാൻ ആ സമയത്ത് കുറേയധികം കാര്യങ്ങൾ കറക്കി കുത്തി, പക്ഷെ ഞാൻ ജയിച്ചു. അത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട് കംപ്ലീറ്റ് ആക്കുക. കേസ് സ്റ്റഡി കൃത്യമായിട്ട് പഠിക്കുക. എല്ലായിടത്തും പറയുന്ന കാര്യമാണ് കേസ് സ്റ്റഡി പഠിക്കുക എന്നുള്ള കാര്യം. പഠിച്ചു കഴിഞ്ഞിട്ട് സാറ്റ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കുക. പോയി എക്സാം എഴുതിക്കുക, ഒരു കുഴപ്പമില്ല. ഒരു മാസം 2 മാസം ഒക്കെ അത്രയും മതി. അല്ലാതെ ഈ പറയുന്ന 1 വർഷം 1.5 വർഷം 2 വർഷമൊക്കെ ചുമ്മാ വേസ്റ്റ് കളയരുത്. വേസ്റ്റ് ആണ് അതൊക്കെ. ഓക്കെ, അപ്പം എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അതിന്റെ കാര്യം പറഞ്ഞു തരാം. നിങ്ങൾക്ക് സിലബസോ എന്തോ കാര്യമാണോ ഞങ്ങൾ തരാം. കൃത്യമായിട്ട് എക്സാം എഴുതുക. നല്ലതുപോലെ ഇരുന്ന് പഠിക്കുക. ഒരു 10-20 ദിവസമൊക്കെ ഇരുന്ന് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത്രയും നീട്ടിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. OET മൈൽസ് കിട്ടിയ ആൾക്കാർ ഇംഗ്ലീഷ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. 2 വർഷമൊക്കെ ആയ ആൾക്കാരുണ്ട്. ദിവസവും ഇതേപോലെ കുറേയധികം കോളുകളൊക്കെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് പഠിച്ചു കഴിഞ്ഞിട്ട് പോലും കേസ് സ്റ്റഡി എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് എക്സാം എഴുതി കഴിഞ്ഞിട്ട്. ഒരിക്കലും അങ്ങനെ പോകരുത്.
കേസ് സ്റ്റഡി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാ. കേസ് സ്റ്റഡി കൃത്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ പഠിച്ചിട്ട് ഒരു 30 ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വേറൊരു സാറ്റ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കേസ് സ്റ്റഡീസ്, ഞാൻ കേസ് സ്റ്റഡി കുറച്ച് ലെങ്തി ആണ് എങ്കിലും ഞാൻ കുറച്ച് ഒരു 3 പാർട്ടായിട്ട് തന്നെ ചെയ്യാം. നിങ്ങളത് ജസ്റ്റ് ഒന്ന് കാണുക, ഡീറ്റെയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. അപ്പം അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം.